ഒന്നാലോചിച്ചു നോക്കൂ, ഒരു കലാസൃഷ്ടിക്ക് ഒരു സമൂഹത്തെ മുഴുവനായിട്ട് അങ്ങ് മാറ്റിമറിക്കാൻ കഴിയുമോ? കേൾക്കുമ്പോൾ ഒരുപക്ഷേ ഇതൊരു അതിശയോക്തിയായിട്ട് നിങ്ങൾക്ക് തോന്നാം, അല്ലേ? എന്നാൽ അങ്ങനെയൊരു കഥയാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. ശരിക്കും നടന്നൊരു കഥ, ഒരൊറ്റ നാടകം. എങ്ങനെയാണ് ഒരു വലിയ സാമൂഹിക വിപ്ലവത്തിന് തിരികൊളുത്തിയതെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോ നമ്മുടെ ഈ ഒരു ചർച്ച തുടങ്ങുന്നത് ഒരു ചോദ്യത്തിൽ നിന്നാണ്. യഥാർത്ഥ അറിവ് അത് ശരിക്കും എവിടെ നിന്നാണ് വരുന്നത്? നമ്മൾ വായിക്കുന്ന പുസ്തകങ്ങളിൽ നിന്നാണോ അതോ ജീവിതാനുഭവങ്ങളിൽ നിന്നാണോ? ഈ ചോദ്യത്തിന് ഒരു ഉത്തരം തേടി പോകുമ്പോഴാണ് നമ്മൾ അറിവും അധികാരവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചൊക്കെയുള്ള ഒരു വലിയ കഥയിലേക്ക് എത്തിച്ചേരുന്നത്. അപ്പോ ഒന്നാമത്തെ ഭാഗം ഒരു ദീർഘനിദ്ര. ഈ കഥ നടക്കുന്നത് എവിടെയാണെന്നറിയാമോ? 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലുള്ള കേരളത്തിലാണ്. സമൂഹം ഒന്നടങ്കം ഒരു ഗാഠനിദ്രയിലായിരുന്ന ഒരു കാലഘട്ടം. ഇരുട്ടിലാണ്ടുപോയി ഗാഠനിദ്രയിൽ നിന്നുണർത്തേണ്ടിയിരുന്ന ഒരു സമൂഹം. നോക്കൂ, നമ്പൂതിരി സമുദായത്തിന്റെ അന്നത്തെ അവസ്ഥയെക്കുറിച്ച് പറയാൻ ഇതിലും ശക്തമായ ഒരു രൂപകം വേറെ ഇല്ല, അല്ലേ? മാറ്റങ്ങളെ ഒന്നും ഉൾക്കൊള്ളാൻ തയ്യാറാവാതെ കാലത്തിലങ്ങ് ഉറച്ചുപോയ ഒരു സമൂഹമായിരുന്നു അത്. അതെ, പാരമ്പര്യത്തിന്റെ ശക്തമായ ചങ്ങലകളിൽ ബന്ധിക്കപ്പെട്ട ഒരു സമൂഹം. പുരുഷന്മാർ പോലും വേദഗ്രന്ഥങ്ങളിലൊക്കെ ഒതുങ്ങിക്കൂടി പുറം ലോകത്ത് എന്തു മാറ്റം നടക്കുന്നോന്നറിയാതെ മാറി നിൽക്കുകയായിരുന്നു. പക്ഷേ ഈ ഒരു സ്തംഭനാവസ്ഥ ഏറ്റവും കൂടുതൽ ബാധിച്ചത് അവിടുത്തെ സ്ത്രീകളെയായിരുന്നു. അന്തർജനങ്ങൾ, അങ്ങനെയാണ് നമ്പൂതിരി സ്ത്രീകളെ അന്ന് വിളിച്ചിരുന്നത്. അവരുടെ അവസ്ഥ ശരിക്കും പറഞ്ഞാൽ വളരെ പരിതാപകരമായിരുന്നു. ഒന്ന് ആലോചിച്ചു നോക്കൂ, അവരുടെ ലോകം അടുക്കളയുടെ 4 ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങിപ്പോയിരുന്നു. വിദ്യാഭ്യാസമില്ല, പുറം ലോകത്തെക്കുറിച്ചൊന്നും അറിയില്ല, സ്വന്തമായി ചിന്തിക്കാൻ പോലും സ്വാതന്ത്ര്യമില്ല. സമൂഹം അവരെ കണ്ടിരുന്നത് ഒരു നിർജീവ ഭാരമായിട്ടാണ്. ഈ ഒരു ദുരിതപൂർണമായ ജീവിതത്തിൽ നിന്നാണ് നമ്മുടെ കഥയുടെ യഥാർത്ഥ കാതൽ ആരംഭിക്കുന്നത്. അടുത്ത ഭാഗം അടുക്കളയിലെ ആച്ചംബോംബ്. അതെ, ഈ ദീർഘനിദ്രയിൽ നിന്ന് സമൂഹത്തെ ഉണർത്താനായിട്ട് ഒരാള് മുന്നോട്ടു വന്നു, ഒരു വിപ്ലവകാരി. അദ്ദേഹം തന്റെ ആയുധമാക്കിയത് തൂലികയാണ്, മാറ്റത്തിന്റെ ഒരു കാഹളം പോലെ. അദ്ദേഹത്തിന്റെ പേരാണ് വി.ടി. ഭട്ടതിരിപ്പാട്, ഒരു സാമൂഹിക പരിഷ്കർത്താവ്. അദ്ദേഹം തന്റെ സമുദായത്തെ ബാധിച്ച ഈ രോഗം കൃത്യമായി തിരിച്ചറിഞ്ഞു. യാഥാസ്ഥിതികത്വം എന്ന ആ രോഗത്തിന് ഒരു ചികിത്സ വേണമെന്ന് അദ്ദേഹം തീരുമാനിച്ചു. ഒരു വൈദ്യനെപ്പോലെ അദ്ദേഹം പ്രവർത്തിക്കാൻ തുടങ്ങി. അപ്പോ ആ ചികിത്സയ്ക്കായി അദ്ദേഹം കണ്ടെത്തിയ മരുന്നെന്താണെന്നോ? അതൊരു നാടകമായിരുന്നു. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ അടുക്കളയുടെ ഇരുണ്ട കോണുകളിൽ ഒതുങ്ങിപ്പോയ സ്ത്രീകളെ സമൂഹത്തിന്റെ വെളിച്ചത്തിലേക്ക്, അതായത് അരങ്ങത്തേക്ക് കൊണ്ടുവരാനുള്ള വളരെ ശക്തമായൊരു ആഹ്വാനമായിരുന്നു ആ നാടകം. ഈ നാടകം ഒരു ആറ്റം ബോംബ് പോലെയായിരുന്നു. അതിന്റെ ബൗദ്ധിക ശക്തി ആ സമൂഹത്തെ ഒന്നടങ്കം പിടിച്ചുകുലുക്കി. ശരിക്കും ഒരു ആറ്റം ബോംബ് തന്നെയായിരുന്നു അത്. ഒരൊറ്റ കലാസൃഷ്ടിക്ക് ഇത്രയും വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുമോയെന്ന് ചിന്തിച്ചാൽ നമുക്ക് ചിലപ്പോൾ വിശ്വസിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. പക്ഷേ ഈ നാടകത്തിന്റെ ചിന്താശക്തി ആ സമൂഹത്തെ അടിമുടി പിടിച്ചുകുലുക്കി. മൂന്നാമത്തെ ഭാഗം, അരങ്ങിലെത്തിയ മാറ്റങ്ങൾ. അപ്പോ ആ ആറ്റം ബോംബ് പൊട്ടിയതിനു ശേഷം ശരിക്കും എന്ത് സംഭവിച്ചു? ആ നാടകം അരങ്ങേറിയതോടെ എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നതെന്ന് നമുക്ക് നോക്കാം. ഈ മാറ്റങ്ങൾ ശരിക്കും നാടകീയമായിരുന്നു. നാടകത്തിനു മുൻപ് എന്തായിരുന്നു അവസ്ഥ? സ്ത്രീകൾ മതിലുകൾക്കുള്ളിൽ ഒതുങ്ങിക്കൂടി നിശ്ശബ്ദമായി എല്ലാം സഹിച്ചു. വിധവയായാൽ അതോടെ ജീവിതം തീർന്നു. എന്നാൽ നാടകത്തിനു ശേഷം എന്തുണ്ടായി? സ്ത്രീകൾ ആ മതിലുകൾ തകർത്തു പുറത്തുവന്നു. അവർ ആധുനിക വിദ്യാഭ്യാസം നേടാൻ തുടങ്ങി. ഏറ്റവും വലിയ വിപ്ലവം എന്താണെന്ന് വെച്ചാൽ വിധവാ പുനർവിവാഹം പോലും യാഥാർത്ഥ്യമായി. ഇതാണ് ആ വിപ്ലവത്തിന്റെ ഏറ്റവും ശക്തിമായ ദൃശ്യസാക്ഷ്യം. അതുവരെ ആർക്കും ചിന്തിക്കാൻ പോലും കഴിയാതിരുന്നൊരു കാര്യം, ഒരു നമ്പൂതിരി വിധവയുടെ പുനർവിവാഹം. ഇത് കേവലം ഒരു വിവാഹം മാത്രമായിരുന്നില്ല, അതൊരു പുതിയ ഭാവിയുടെ തുടക്കമായിരുന്നു, ഒരു പുതിയ യുഗത്തിന്റെ തുടക്കം. തീർച്ചയായും ഈ മാറ്റം അത്ര എളുപ്പമുള്ള ഒന്നായിരുന്നില്ല. യാഥാസ്ഥിതികരിൽ നിന്ന് വലിയ എതിർപ്പുകൾ നേരിടേണ്ടി വന്നു. അവർ നാടകം അവതരിപ്പിക്കുന്നത് തടയാൻ നോക്കി. വി.ടിയെയും അദ്ദേഹത്തിന്റെ കൂടെയുള്ളവരെയും ഭീഷണിപ്പെടുത്താനും ഒറ്റപ്പെടുത്താനും ഒക്കെ ഒരുപാട് ശ്രമിച്ചു. പക്ഷേ ആ എതിർപ്പുകളെയെല്ലാം അതിജീവിച്ച് അവരുടെ ധൈര്യം ചരിത്രത്തിൽ എപ്പോഴും ഓർമ്മിക്കപ്പെടും. ഈ നാടകത്തിന്റെ കഥയിൽ നിന്ന് നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യത്തിലേക്കാണ് വരുന്നത്. ഒരാശയത്തിന് അല്ലെങ്കിൽ ഒരു വിപ്ലവത്തിന് അതിന്റെ ശബ്ദം നൽകുന്നതെന്താണ്? എന്താണ് അതിന് ജീവൻ കൊടുക്കുന്നത്? നാലാമത്തെ ഭാഗം, അമ്മയെപ്പോലെ മാതൃഭാഷ. അതെ, നമ്മൾ നേരത്തെ ചോദിച്ച ആ ചോദ്യത്തിന്റെ ഉത്തരം നമ്മളെ കൊണ്ടെത്തിക്കുന്നത് മാതൃഭാഷയുടെ പ്രാധാന്യത്തിലേക്കാണ്. അറിവിന്റെയും ശാക്തീകരണത്തിന്റെയുമൊക്കെ യഥാർത്ഥ ഉറവിടം ഒരാളുടെ സ്വന്തം ഭാഷയാണെന്ന ആശയത്തിലേക്ക്.
മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ, മർത്യനു പെറ്റമ്മ തെൻഭാഷതാൻ. മഹാകവി വള്ളത്തോളിന്റെ ഈ വരികൾക്ക് എന്താഴമാണുള്ളതല്ലേ? മറ്റു ഭാഷകളെല്ലാം നമ്മളെ വളർത്തുന്ന പോറ്റമ്മമാരെ പോലെയാണെങ്കിൽ നമ്മളെ പ്രസവിച്ച സ്വന്തമമ്മ അത് നമ്മുടെ മാതൃഭാഷ തന്നെയാണ്. അതായത് യഥാർത്ഥ പഠനവും സാംസ്കാരിക പുരോഗതിയുമൊക്കെ ഒരാളുടെ സ്വന്തം ഭാഷയിൽ നിന്ന് വേർപെടുത്താൻ പറ്റാത്ത ഒന്നാണ്. വിഷയം ശാസ്ത്രമായാലും കലയായാലും എത്ര വലിയ ആശയവും നമ്മുടെ സ്വന്തം ഭാഷയിൽ കേൾക്കുമ്പോഴാണ് അത് ശരിക്കും നമ്മുടെ ഹൃദയത്തിലേക്ക് എത്തുന്നത്, അല്ലേ? അഞ്ചാമത്തെ ഭാഗം, അറിവിന്റെ ഭാഷ. നമുക്ക് ഈ വിഷയത്തെ ഒന്നുകൂടി വിശാലമായിട്ടൊന്ന് നോക്കാം. ഭാഷ എങ്ങനെയാണ് അറിവിലേക്കുള്ള നമ്മുടെ വഴിയെയും നമ്മുടെ ഭാവിയെയുമൊക്കെ രൂപപ്പെടുത്തുന്നത് എന്ന് കാണാം. ഇവിടെയാണ് നമ്മൾ വി.ടി.യുടെ വിപ്ലവത്തിന്റെ യഥാർത്ഥ വിജയം കാണുന്നത്. ആ നാടകത്തിന്റെ സന്ദേശം വളരെ ശക്തമായിരുന്നു, സംശയമില്ല. പക്ഷേ അതിന്റെ വിജയം അതുമാത്രമായിരുന്നില്ല. ആ സന്ദേശം ജനങ്ങൾക്ക് ഏറ്റവും നന്നായി മനസ്സിലാകുന്ന അവരുടെ സ്വന്തം ഭാഷയിൽ തന്നെ നൽകിയെന്നതായിരുന്നു പ്രധാനം. അതവർക്കൊരു പുതിയ ശബ്ദമാണ് നൽകിയത്. അപ്പോ ഈ ചരിത്രകഥയിൽ നിന്ന് നമുക്ക് ഇന്നത്തെ ലോകത്തേക്ക് വരാം. ടെക്നോളജിയും വിവരങ്ങളുമൊക്കെ നമ്മുടെ വിരൽത്തുമ്പിലുള്ള ഈ കാലത്ത് അറിവ് ആളുകളെ തമ്മിൽ ഒന്നിപ്പിക്കുകയാണോ അതോ അകറ്റുകയാണോ ചെയ്യുന്നത്? ഭാഷയും അറിവും എല്ലാവർക്കും ഒരുപോലെ കിട്ടുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ നമുക്കെന്താണ് ചെയ്യാൻ കഴിയുക? ഈ ഒരു ചോദ്യം ഒരു ചിന്തയ്ക്കായി ഞാൻ നിങ്ങൾക്കായി വിട്ടുതരുന്നു.